ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ സായാഹ്നം ഒരു നല്ല സായാഹ്നമാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്കറിയുന്നത് പോലെ മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ പ്രതികരണ വേദി തുടങ്ങുകയാണ്. അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്ര. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ പ്രതികരണങ്ങൾ, അതുപോലെ യൂട്യൂബിൽ നിങ്ങൾ അയക്കുന്ന സന്ദേശങ്ങൾ, ഇതെല്ലാമായിട്ട് ഒരു മണിക്കൂർ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സന്ദേശങ്ങളും ഒക്കെയാണ് ഈ പരിപാടിയുടെ ആത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്നു. ആദ്യം ഒരു വാട്സപ്പ് നമ്പറാണ് 6235968937. ഇപ്പോൾ സ്ക്രീനിലുണ്ട്. നിങ്ങളുടെ ദൃശ്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. അതേപോലെ ലാൻഡ് ലൈൻ നമ്പറുണ്ട് നിങ്ങൾക്ക് വിളിക്കാൻ 048428300510. PCA പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൻ്റെ നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് പ്രതികരണങ്ങൾ അറിയിക്കാം. അപ്പോൾ നിങ്ങളുടെ വിളികളും ഒക്കെ നമുക്ക് വേണം. അതേപോലെ നിങ്ങൾക്ക് സന്ദേശങ്ങൾ വായിക്കാൻ 24 യൂട്യൂബ് ചാനൽ ലോഗിൻ ചെയ്യുക. അവിടെ കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ കുറിക്കുക. അപ്പോൾ നിങ്ങളുടെ വിളികളും സന്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ ആയിട്ട് അടുത്ത ഒരു മണിക്കൂർ മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ പ്രതികരണ വേദിയായി ഇത് രൂപാന്തരം പ്രാപിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. നമ്മൾ തുടങ്ങുകയാണ് പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് നിയമസഭയിൽ വളരെ കലുഷിതമായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. നിങ്ങൾക്കറിയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ റോഡുകളുടെ ശോചനീയമായ സ്ഥിതി ഇന്ന് പ്രതിപക്ഷം കൊണ്ടുവന്നു. നജീബ് കാന്തപുരം അവതരിപ്പിച്ച പ്രമേയം, അദ്ദേഹത്തിൻ്റെ അടിയന്തര പ്രമേയം തീർച്ചയായിട്ടും ഇന്ന് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. റോഡിലൂടെ സഞ്ചരിക്കുന്നവരുടെ എല്ലൊടിയുമെന്നാണ് നജീബ് കാന്തപുരം MLA ഇന്ന് ആരോപിച്ചത്. വകുപ്പുകൾ തമ്മിൽ ഒരു ഏകോപനവുമില്ല, കളങ്കിത ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്ന് കോടികൾ തട്ടിയെടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരാതികൾ നീണ്ടുപോയി. ഭൂരിപക്ഷം PWD റോഡുകളും ഗതാഗത യോഗ്യമാണെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ മറുപടി. റോഡിലെ പാതാളക്കുഴി ഭയന്ന് റൂട്ട് മാറിപ്പോയ മുഖ്യമന്ത്രിയെ പോലെ പാവം ജനങ്ങളും വഴിമാറിപ്പോകണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്നും ഇന്ന് നിയമസഭയിൽ ചോദ്യമുണ്ടായി. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ കാലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ. ഈ റോഡുകളിലൂടെയുള്ള യാത്ര ദുരിതയാത്രയായി മാറിയിട്ട് നാളുകളേറെയായി. റോഡുകളുടെ ഈ ശോചനീയാവസ്ഥയാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ കൊണ്ടുവന്നത്. സംസ്ഥാനത്തെ റോഡുകളുടെ ശോച്യാവസ്ഥ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. റോഡ് നിർമ്മാണത്തിൽ വകുപ്പുകൾ തമ്മിൽ അടിയോടടിയെന്നും യുദ്ധഭൂമിയിൽ പോകുന്നത് പോലെയാണ് റോഡിലൂടെയുള്ള യാത്രയെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ച നജീബ് കാന്തപുരത്തിന്റെ വിമർശനം. എത്ര ഗർഭിണികൾ നടുറോട്ടിൽ പ്രസവിച്ചു, എത്ര സ്ത്രീകൾക്ക് അബോർഷനായി. ബഹുമാന്യനായ മുഖ്യമന്ത്രി കുടിയില്ലാത്ത റോഡിലൂടെ തൃശ്ശൂരിലേക്ക് പോകാൻ 16 കിലോമീറ്ററാണ് സാർ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നത്. സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം റോഡുകളും ഗതാഗത യോഗ്യമാണെന്ന് വാദിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതിപക്ഷത്തെ പരിഹസിച്ചു. സാർ, റോഡിന്റെ ക്വാളിറ്റിയാണ് സാർ. സാർ, ഈ പറഞ്ഞ റോഡ് ചിലത് കയറുന്നുണ്ട് സാർ, ചിലത് കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സാർ, ചിലത് വൈദ്യുതി ലൈനിന് കയറുന്നുണ്ട് സാർ, ചിലത് ട്രാഫിക് ലൈനിന് കയറുന്നുണ്ട്, സിഗ്നൽ ലൈറ്റിന് കയറുന്നുണ്ട് സാർ, ചിലത് പല കാര്യങ്ങൾക്ക് കയറുന്നുണ്ട് സാർ, ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സാർ. ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട്. ഇന്ന് കേരളം UDF ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ കേരളവും ബീഹാറും തമ്മിൽ 2020 ക്രിക്കറ്റ് ഫൈനൽ പോലെ ഒരു മത്സരം ഉണ്ടാകുമായിരുന്നു സാർ. ഏറ്റവും അധികം പാലം തകർന്നത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതായിരിക്കും ആ മത്സരം. അതില്ലാതെ പോകുന്നത് കരാറുകാരെ അവരുടെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ കർക്കശ നിലപാട് സർക്കാർ സ്വീകരിച്ചു വരുന്നു എന്നുള്ള നിലപാടാണ്. കരാറുകാർക്ക് കുടിശ്ശിക നൽകുന്നതിൽ അലംഭാവമെന്നും സമയബന്ധിതമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാർ പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കരാറുകാർക്ക് വൻ കുടിശ്ശികയാണ് സാർ. പല കരാറുകാരും ഒന്നിലധികം വർക്കെടുത്ത ആളുകൾ ഏതെങ്കിലും ഒരു വർക്ക് മാത്രം ചെയ്ത് നിൽക്കുകയാണ്, മറ്റേ വർക്ക് എടുക്കുന്നില്ല. കാരണം അവർക്ക് കോടികൾ പലതരത്തിൽ നിന്നും, LSTDയിൽ നിന്ന്, PWDയിൽ നിന്ന്, കിഫ്ബിയിൽ നിന്ന് കോടികളാണ് കരാറുകാർക്ക് ലഭിക്കാനുള്ളത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. അതേസമയം നജീബ് കാന്തപുരത്തിന് അധിക സമയം നൽകിയെന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ ആരോപണം. എന്നാൽ നജീബ് കാന്തപുരത്തിന് 10 മിനിറ്റ് മാത്രമേ അനുവദിച്ചുള്ളൂവെന്നും ഡിജിറ്റൽ ക്ലോക്കിലെ തെറ്റാണെന്നും സ്പീക്കർ മറുപടി നൽകി. അത് ഡിജിറ്റൽ ക്ലോക്കിലെ തെറ്റാണ്. ഞാനിവിടെ ക്ലോക്കിൽ നോക്കില്ല, അദ്ദേഹം 10 മിനിറ്റ് എടുത്തുള്ളൂ. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണം ഇപ്പോഴും പാതി വഴിയിലാണ്. ഇതേക്കുറിച്ച് ഇന്ന് പൊതുമരാമത്ത് മന്ത്രി പ്രതികരിച്ചതേയില്ല. റോഡുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണിയും പൂർത്തിയാക്കി എന്ന് സഞ്ചാരയോഗ്യമാക്കുമെന്നാണ് ജനങ്ങളുടെ ചോദ്യം. VA ഗിരീഷ്, 24, തിരുവനന്തപുരം.
പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് നിയമസഭയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം റോഡുകളുടെ ശോചനീയാവസ്ഥ തന്നെയായിരുന്നു. ഇനി കൊച്ചിയിലേക്ക് വന്നാലും കൊച്ചി മെട്രോ നഗരത്തിലും റോഡുകളുടെ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ ഏതാണ്ട് കുറേ കാലം പിന്നിലാണ്. ചില ആൾക്കാരൊക്കെ പറയുന്നു ഒരു പതിറ്റാണ്ട് കൊച്ചി പിന്നിലാണ് എന്നാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്നൊക്കെ നമ്മൾ ആവശ്യത്തോടെ പറയുമ്പോഴും നമ്മുടെ റോഡുകൾ കൊച്ചി നഗരത്തിലെ റോഡുകൾ കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. മഴക്കാലമാകുമ്പോൾ തീർച്ചയായിട്ടും ചില കുഴികൾ രൂപപ്പെടും. എന്നാൽ ഇത് മഴക്കാലമായാലും വേനൽക്കാലമായാലും കുഴികൾ ഒരുപോലെ നിലനിൽക്കുന്നതാണ് ജനങ്ങൾ ഏറ്റുപറയുന്നത്. ദേശീയപാത ഒഴികെ നഗരത്തിലെ പ്രധാന റോഡുകൾ എല്ലാം കുഴികൾ നിറഞ്ഞതാണെന്ന് പരാതിയുണ്ട്. മഴവെള്ളം നിറഞ്ഞ കുഴികളിൽ വീണ് ദിവസവും അപകടങ്ങളും സാധാരണ കാഴ്ചയാകുന്നു. റോഡിലെ കുഴികൾ നോക്കി വെറുതെ ഇരിക്കുകയാണോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ എന്ന് ചോദിക്കുന്ന ആളുകളും കുറവല്ല. മഴയ്ക്കൊപ്പം കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലെ കുഴികളുടെ എണ്ണം കൂടി വരുന്നതോടെ നഗരയാത്ര നരകയാത്രയായി മാറുകയാണ് സാധാരണ യാത്രക്കാർക്ക്. ആവശ്യപ്പെടുന്ന എല്ലാ നികുതിയും സർക്കാരിന് കൊടുത്താണ് റോഡിലൂടെ ഓരോരുത്തരും വാഹനം ഓടിക്കുന്നത്. വൃത്തിയുള്ള റോഡിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കുക എന്നത് യാത്രക്കാരന്റെ അവകാശം കൂടിയാണ്. നികുതി വാങ്ങുന്നതല്ലാതെ റോഡിലെ കുഴികൾ നികത്താൻ ഒരു ഇടപെടലും നടക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കൊച്ചി നഗരത്തിലെ പ്രധാന റോഡുകളിൽ പലതും. തൃക്കാക്കര നഗരസഭയിലൂടെ കടന്നുപോകുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിൽ ചിറ്റേത്തുകര ഭാഗത്ത് ബൈക്കുകാരെ കാത്തിരിക്കുന്ന ഒരു കുഴി തന്നെയുണ്ട്. ദിവസവും അപകടങ്ങളുണ്ടായിട്ടും കുഴി വലുതാകുന്നതല്ലാതെ ചെറുതാകുന്നില്ല. ഈ പാലം വളരെ ദയനീയമായി, വളരെ സങ്കടമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഉപ്പ് കല്ലിട്ടാണ് ഈ സാധനം നേരത്തെ ഫില്ല് ചെയ്യണമെന്ന് തോന്നുന്നത്. ഒരു മഴ പെയ്താൽ അത് പിന്നെ ടാറെ പോയി. ടാറിൻ്റെ അംശം ഇല്ലാഞ്ഞിട്ടാണ് 25ഓളം പ്രാവശ്യം ഈ വർഷം ഞാനൊരു വിവരാവകാശം വെച്ചിട്ട് ഇവർ ചോദിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ എന്നും ഇത്രയും ബ്ലോക്കും ഒരു മഴ തുടങ്ങിയാൽ അപ്പോൾ ബ്ലോക്കായി. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ കുഴിയാണ്. ഒരു 10-10,000 വാഹനങ്ങൾ, ടൂ വീലർ, ഹെവി വെഹിക്കിൾസ് എല്ലാം കൂടി ഈ പാലത്തിൽ കൂടി നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം 24 തവണ കുഴിയടച്ച പാലമാണ് കുണ്ടന്നൂർ തേവര പാലം. ഇപ്പോൾ ഈ പാലത്തിലൂടെ പോകണമെങ്കിൽ 18 അടവും പഠിച്ചിരിക്കേണ്ട സ്ഥിതിയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 റോഡിൽ നിന്നുകൊണ്ട് എണ്ണി പഠിക്കുകയല്ല. കുണ്ടന്നൂർ തേവര പാലത്തിലെ കുഴികളുടെ എണ്ണമാണിത്. മുന്നോട്ട് നടക്കുന്തോറും കുഴികളാൽ സമൃദ്ധമാണ് കുണ്ടന്നൂർ തേവര പാലം. കുലുങ്ങിയുള്ള ഒരു യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പാലത്തിലൂടെ ധൈര്യമായി വരാം. ദേശീയപാതയിലെ കുരുക്കിൽപ്പെടാതിരിക്കാൻ വാഹനയാത്രക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു റോഡ് കൂടിയാണ് ഇങ്ങനെ കുഴികളാൽ നിറഞ്ഞു കിടക്കുന്നത്. നാട്ടുകാർ കുഴിയിൽ ചാടി അപകടങ്ങളിൽപ്പെടുമ്പോഴും റോഡ് പരിപാലിക്കേണ്ട ചുമതലയുള്ളവരൊക്കെ ഈ മഴക്കാലത്ത് എവിടെ പോയിരിക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിലെ പല റോഡുകളുടെയും സ്ഥിതി വളരെ മോശമാണ്. പ്രത്യേകിച്ച് മഴക്കാലമായാൽ കുഴികൾ കൂടും. ഈ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അതിൽ ടൂ വീലറിലൊക്കെ ഓടിക്കുന്ന ആൾക്കാർ എടുത്തു ചാടി ഒരുപാട് അപകടങ്ങളും ആൾക്ക് തന്നെ വിനാശമുണ്ടാകുന്ന കാഴ്ചയും കേരളത്തിൽ കുറവല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആലുവയിൽ നിന്ന് ശങ്കർ എന്നൊരാൾ വിളിക്കുന്നുണ്ട്. കുഴികളുടെ കാര്യം പറയാനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമസ്കാരം ശങ്കർ, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? സാറേ, ഞാൻ ദിവസവും ആലുവയിൽ നിന്ന് കീഴ്മാട് വരെയുള്ള വഴി കൂടി പോകുന്നുണ്ട്. ട്രാൻസ്പോർട്ട് റൂട്ടാണ്, പെരുമ്പാവൂർക്കുള്ള ട്രാൻസ്പോർട്ട് റൂട്ടാണ്. അവിടെ റോഡില്ല, കുഴി മാത്രമേ ഉള്ളൂ. അത് കുഴി എന്ന് പറഞ്ഞാൽ ടയറൊക്കെ റോഡിൽ ഇറങ്ങി ടാറില്ലാണ്ട് ടാർ ചെയ്ത് ആ കുഴിയുമായി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക. റോഡില്ല. അത്രയും കിലോമീറ്റർ, 6-7 കിലോമീറ്റർ റോഡില്ല. എന്നിട്ട് ഫുട്പാത്തിൽ കൂടി കയറ്റിയാണ് ടൂ വീലറൊക്കെ പോണത്. ഒരു നിവർത്തിയില്ല. വണ്ടിയുടെ ഡിസ്ക് ബ്രേക്ക് വരെ വളഞ്ഞുപോയി കുഴിച്ചാടി. എന്തെങ്കിലും സാറ് ചാനലിൽ നിന്ന് ആ വിഷയം ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്, ഒരു സ്പോട്ടല്ല. ഞാൻ പോണേൽ നമ്മുടെ റിപ്പോർട്ടറോട് ഞാൻ പറയാം ആ കാര്യം നേരിട്ട് ചിത്രീകരിക്കാൻ പറ്റുമെന്ന്. നമ്മുടെ ടീമിനെ അവിടെ അയച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് അധികാരികളെ കാണിച്ചു നോക്കാം എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയാമല്ലോ. വിളിച്ചതിൽ വളരെ സന്തോഷം ശങ്കർ ആലുവ. താങ്ക് യു. ഇനി മറ്റൊരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. തിരുവനന്തപുരം വെൺപാലവട്ടത്ത് സ്കൂട്ടർ മേൽപ്പാലത്തിലിടിച്ച് താഴേക്ക് വീണൊരു യുവതി മരിച്ച കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഈ അപകടം എന്ന് വെച്ചാൽ നമ്മളെ ഞെട്ടിക്കുന്ന സംഭവമായി പോയി. കാര്യം കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ വെൺപാലവട്ടം ഈ പറയുന്ന അവിടെ നിരവധി ഫ്ലൈ ഓവറുകളും അതുപോലെ ഉയരം കൂടിയ സർവീസ് റോഡുകളുമുണ്ട്. വീതി കുറഞ്ഞ സംരക്ഷണ ഭിത്തികളും കൈവരികളുമാണ് റോഡ് നിറയെ. അതിൽ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു.
വൻ അപകടങ്ങൾ തടയാൻ ന്യൂജേഴ്സി ടൈപ്പ് കോൺക്രീറ്റ് ബാരിയർ എന്ന സംരക്ഷണ ഭിത്തിയാണ് കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ ഇത്തരം പാലങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ളത്. കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇടിച്ച് താഴേക്ക് പോകാതിരിക്കാനാണ് ഇത്തരം സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇരുചക്ര വാഹനങ്ങൾ ഇതിലേക്ക് തട്ടിയാൽ ചിലപ്പോൾ യാത്രക്കാർ തെറിച്ച് താഴേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിലുള്ളൊരു അപകടമാണ്, ഒരു യുവതിയുടെ മരണത്തിന് കാരണമാക്കിയ അപകടമാണ് കഴിഞ്ഞ ദിവസം ഈ പാലത്തിൽ നടന്നത്. കഴക്കൂട്ടം കാരോട് ദേശീയപാത 66-ൽ മേൽപ്പാലങ്ങളിൽ പലതിലും ന്യൂജേഴ്സി ടൈപ്പ് കോൺക്രീറ്റ് ബാരിയറാണ് നിർമ്മിച്ചിട്ടുള്ളത്. വാഹനങ്ങൾ ഇടിച്ച് താഴേക്ക് വീഴാതിരിക്കാനും അപകടമരണങ്ങൾ ഒഴിവാക്കാനുമാണ് ഇത്തരം ഭിത്തികൾ സ്ഥാപിച്ചത്. പക്ഷേ സംരക്ഷണ ഭിത്തിയുടെ ഉയരക്കുറവ് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകടമാണ്. ബൈക്ക് ഭിത്തിയിലിടിച്ചാൽ വാഹനത്തിലുള്ളവർ പാലത്തിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീഴാൻ സാധ്യത കൂടുതലാണ്. വെൺപാലവട്ടത്തുണ്ടായ അപകടം ഇത് വ്യക്തമാക്കുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 2 യുവതികളും 3 വയസ്സുള്ള കുഞ്ഞും താഴേക്ക് പതിച്ചു. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോഴും നമുക്ക് ആ ഒരു ഭയം എപ്പോഴും ഉണ്ടായിരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് താഴെ ഈ ഓടയുണ്ട്, സ്ലാബിട്ട് അടയ്ക്കാത്ത ഓട കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ ആകുമ്പോഴേക്ക് കറക്റ്റായിട്ട് അതിൽ വീണ് കഴിഞ്ഞാൽ ശരിക്കും ഇതുപോലത്തെ കാഷ്വാലിറ്റി തന്നെ ഉണ്ടാവും. ബ്രിഡ്ജ് ഇവിടുത്തെ ഒരു അക്കുളം പാലമുണ്ട്, അതിൻ്റെ ഹൈറ്റാണ് യഥാർത്ഥത്തിൽ ഒരു കറക്റ്റായിട്ടുള്ള ഹൈറ്റ്. അതിൻ്റെ ഫെൻസിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഫ്ലൈ ഓവറും ബ്രിഡ്ജും വരുന്നുണ്ട്. അവിടെയൊക്കെ ഈ അപകടം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. കുത്തനെയുള്ള സർവീസ് റോഡുകളും ദേശീയപാതയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കഴക്കൂട്ടം, കോവളം, വെള്ളാർ, വാഴമുട്ടം തുടങ്ങിയിടങ്ങളിൽ ഇത്തരം സർവീസ് റോഡുകളാണ്. തീരെ ഉയരമില്ലാത്ത ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച കൈവരികളാണ് ചെങ്കുത്തായ സർവീസ് റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. കൈവരികൾ സുരക്ഷിതമല്ലെന്ന് യാത്രക്കാർ പറയുന്നു. വൻ അപകടമുണ്ടാകാൻ ചെറിയ അശ്രദ്ധ മതി. ഒരു 2 അടിയുടെ താഴെ വരത്തുള്ളൂ. അതും ഇതുപോലുള്ള റിസ്ക് ഉള്ളത് തന്നെയാണ്. കറക്റ്റ് ശരിക്കും അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആളുകൾ വരുമ്പോൾ അവിടെയും വീതി കുറവാണ്. ഏതൊരു വാഹനം വന്നു കഴിഞ്ഞാൽ ഇതേ പ്രശ്നം തന്നെ അവിടെയും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വീതി കുറവാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ടുള്ളൊരു ഫെൻസിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. വെൺപാലവട്ടത്ത് അപകടത്തിൽ മരിച്ച സിമിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം സംസ്കരിച്ചു. വാഹനം ഓടിച്ചിരുന്ന സിമിയുടെ സഹോദരി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സിമിയുടെ 3 വയസ്സുള്ള മകൾ ശിവന്യ ഇന്നലെ ആശുപത്രി വിട്ടു. സംഭവത്തിൽ വാഹനം ഓടിച്ചിരുന്ന സിനിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വെൺപാലവട്ടത്തെ അപകടമുണ്ടാക്കിയ ആശങ്ക ചെറുതല്ല. പാലങ്ങളുടെ സംരക്ഷണ ഭിത്തിയിലും ഉയർന്ന സർവീസ് റോഡുകളുടെ കൈവരികളിലും ഉൾപ്പെടെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. പക്ഷേ അതേസമയം തന്നെ വണ്ടി ഓടിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാണ്. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വെൺപാലവട്ടത്തുണ്ടായ അപകടം നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കും. കാരണം ഇതേപോലെയുള്ള കൈവരികൾ, ബലം കുറഞ്ഞ കൈവരികൾ, സുരക്ഷയില്ലാത്ത സ്ഥലങ്ങളൊക്കെ കേരളത്തിൽ ഈ നാഷണൽ ഹൈവേ പ്രവർത്തനം തുടങ്ങിയതോടെ പല സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ സൗന്ദര്യമല്ല, സുരക്ഷയാണ് ഏറ്റവും പ്രധാനം എന്ന കാര്യം എന്നാണാവോ അധികാരികൾ തിരിച്ചറിയുക. കാരണം റോഡിലൂടെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്താൻ പാടുപെട്ടു പോകുന്ന ഒരു യുവതി ഇതേപോലെ ചെറിയ ഭിത്തിയിലിടിച്ച് താഴേക്ക് വീണ് ദയനീയമായി കൊല ചെയ്യപ്പെടുക. റോഡിൽ നടന്ന ഒരു കൊലപാതകമാണ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സംഭവിച്ച അപകട മരണമാണ്. ഇനി പഞ്ചാബിലേക്ക് നമ്മളൊരു വാർത്തയുമായി പോകുന്നു. ബൽറാം നെടുങ്ങാടി അല്പനിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. പഞ്ചാബിലെ ലൂധിയാനയിലാണ് സംഭവം. ശിവസേന നേതാവിനെ നടു റോഡിൽ വെട്ടി പരിക്കേൽപ്പിച്ചു. 4 അംഗ സംഘമാണ് ശിവസേന നേതാവ് സന്ദീപ് ദാബറിനെ ആക്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ നില വളരെ ഗുരുതരമാണ് എന്നാണ് നമ്മുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. SKN പഞ്ചാബിലെ തീവ്ര ഹിന്ദു പ്രാദേശിക സംഘടനയായ ശിവസേനയുടെ നേതാവ് സന്ദീപ് താപ്പറിനാണ് നടു റോഡിൽ വെച്ച് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. അദ്ദേഹം ഒരു സ്കൂട്ടറിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനോടൊപ്പം പോകുമ്പോൾ 2 പേർ, നിഹാങ്ക് സിഖ് വേഷത്തിലുള്ള 2 പേർ സ്കൂട്ടർ തടഞ്ഞു നിർത്തി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഒരാൾ പിന്നിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും തുടർന്ന് സന്ദീപ് താപ്പറിനെ കയ്യിലുള്ള വാൾ ഉപയോഗിച്ച് അതിക്രൂരമായി നിരവധി തവണ വെട്ടി വീഴ്ത്തുകയുമായിരുന്നു. വീണ് കിടന്ന ഇയാൾക്ക് നേരെ വീണ്ടും ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇയാളെ തുടർന്ന് പോലീസ് എത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ലുധിയാനയിലെ ആശുപത്രിയിൽ ഇപ്പോഴും അയാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്.
സുരക്ഷാ ഭീഷണിയുള്ള സന്ദീപ് താപ്പറിന് നേരത്തെ സംസ്ഥാന സർക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയാണ് പുനഃപരിശോധനയുടെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് സർക്കാർ ഇയാളുടെ സുരക്ഷ വെട്ടിക്കുറച്ചത്. തുടർന്ന് ഒരു ഗൺമാനെ മാത്രമാണ് ഇപ്പോൾ സന്ദീപ് താപ്പറിന് നൽകിയിരിക്കുന്നത്. ഈ ഗൺമാന്റെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത്. സംഭവം രാഷ്ട്രീയ വിവാദത്തിനും വഴിവെച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ക്രമസമാധാന നില സംസ്ഥാനത്ത് തകർന്നിരിക്കുകയാണെന്ന ആരോപണവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. SKN. ഓക്കെ, ബൽറാം നെടുങ്ങടിയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ നീചമായ ഒരു അക്രമമാണ് പൊതുനിരത്തിൽ നടന്നത് ഇന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നു. ഒരുപാട് പ്രേക്ഷകർ റോഡിലെ കുഴികളെക്കുറിച്ചൊക്കെ പ്രതികരിക്കുന്നുണ്ട്. പല ആളുകളും വള്ളം ഓടിച്ച് റോഡിലൂടെ പോകേണ്ട അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുന്നു. KJ തോമസ് പറയുന്നു, നല്ലൊരു മഴ പെയ്താൽ വള്ളത്തിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന നിരവധി വാഹനങ്ങൾ ഓടുന്ന നല്ലൊരു അടിപൊളി റോഡ് ഞങ്ങളുടെ പുളിങ്കുന്നിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം അബ്നാസ് പറയുന്നത് 10 കൊല്ലം മുമ്പുള്ള ലോറികളൊന്നുമല്ല ഇപ്പോൾ റോഡിലുള്ളത്. 60 മുതൽ 80 ടൺ വരെയുള്ള ലോറികളാണ് റോഡിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുഴികൾ രൂപപ്പെട്ടാൽ കുഴികൾ ചെറിയ കുഴി ആദ്യം ഉണ്ടാകും, പിന്നീട് അത് വലിയ വലിയ കുഴികളായി മാറും. അതൊക്കെ സത്യമാണ്. വലിയ വലിയ ടണ്ണുള്ള ലോറികളൊക്കെ പോകുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ റോഡുകളുടെ ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ റോഡ് ടാക്സും ഒക്കെ നമ്മൾ പിരിക്കുന്നതല്ലേ വാഹനക്കാരിൽ നിന്ന്. അപ്പം ഇത്തരം റോഡുകളാണോ ഇവർക്ക് അവകാശപ്പെട്ടത് എന്നുകൂടി നമുക്ക് ചോദിക്കാൻ തോന്നും. ഇനി പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ പ്രതികരണ വേദി തുടരുകയാണ്. N. സുദർശൻ പറയുന്നു, ദൈവത്തെ ഓർത്ത് നിങ്ങൾ BJPക്കും കോൺഗ്രസിനുമെതിരെ ഒറ്റ അക്ഷരം പറയരുത്. CPMന് മുഖ്യമന്ത്രിക്കെതിരെ മാത്രം പറയണം. സുദർശൻ്റെ ആ വിഷമം എനിക്ക് മനസ്സിലാക്കുന്നു. സുദർശൻ ആരാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരായിരിക്കും വിമർശനം ഏൽക്കുക. അത് സ്വാഭാവികമായ കാര്യമാണ്. നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ അവർക്കെതിരെ ഇത്തരം ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ വരും. വിമർശനത്തിൽ നമ്മൾ അസഹിഷ്ണുക്കളായിട്ട് യാതൊരു കാര്യമില്ല. ജനാർദ്ദൻ നായർ, SKN ഗുഡ് ഈവനിങ്. ജനാർദ്ദൻ നായർ, താങ്കളുടെ ഒരു ചോദ്യം. താങ്കൾ ആരുടെ ദാസനാണ്? പ്രേക്ഷകരുടെയാണോ അതോ പൊതുജനങ്ങളുടെയാണോ അതോ 24ൻ്റെ ദാസനാണോ? തൽക്കാലം പ്രേക്ഷകരുടെ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് സമാധാനമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഇങ്ങനെ ചോദ്യം ചോദിച്ചതെന്ന് മാത്രം താങ്കൾ പറഞ്ഞില്ല. അത് പിന്നീട് പറഞ്ഞാലും മതി, കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റോറിയിലേക്ക്. കോൺഗ്രസിൽ ഇപ്പോൾ പുകഞ്ഞ് കത്തുന്നൊരു സാധനമുണ്ട്, കൂടോത്രം. വിശദാംശങ്ങൾ പറയാൻ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കാനാണ് നമ്മുടെ KPC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. പക്ഷേ ഉണ്ണിത്താൻ വിശദീകരണത്തിന് തയ്യാറായില്ല. കൂടോത്രം ശുദ്ധ അസംബന്ധമാണെന്നാണ് ഇന്ന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത്. കൂടോത്രത്തിൻ്റെ കഥയിലേക്ക്. കോൺഗ്രസിൽ കൂടോത്ര വിവാദം ഇതാദ്യമല്ല. മുൻ KPCC അധ്യക്ഷൻ VM സുധീരനും സമാന പ്രയോഗം നേരിട്ടിട്ടുണ്ട്. കൂടോത്ര വിശ്വാസക്കാരുടെ ബോധ്യം എന്തുതന്നെയായാലും കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ ഈ വിവാദം തെല്ലൊന്നുമല്ല ഉലച്ചിരിക്കുന്നത്. ആഭിചാരക്രിയയുടെ ദുരൂഹത നീങ്ങിയിട്ടുമില്ല. കോൺഗ്രസിന് ചെറുതല്ലാത്ത നാണക്കേടാണ് കൂടോത്രം എപ്പിസോഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. K. സുധാകരന്റെ വീട്ടിലും KPCC ഓഫീസിലും കൂടോത്രം വെച്ചതാര്? ഉത്തരമില്ല. KPCC അധ്യക്ഷനെ നീക്കാൻ ലക്ഷ്യമിടുന്ന കൂടോത്ര വിശ്വാസികളായ നേതാക്കൾ ആരെങ്കിലും ആകാമെന്ന് കോൺഗ്രസിലെ അടക്കം പറച്ചിൽ. സുരക്ഷാ ക്യാമറയെ വെട്ടിച്ച് K. സുധാകരന്റെ വീട്ടിൽ ചെമ്പ് തകിടുകളും രൂപങ്ങളും കുഴിച്ചിട്ടതെങ്ങനെ? ദോഷപ്പണിക്കായി തകിട് കുഴിച്ചിടാൻ ചില്ലറ അധ്വാനമായിരുന്നില്ലെന്ന് വ്യക്തം. രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിച്ച മന്ത്രവാദിയാണ് 1.5 വർഷം മുൻപ് K. സുധാകരന്റെ വീട്ടിൽ നിന്ന് ഇവ കണ്ടെത്തിയത്. ഇതേക്കുറിച്ച് വിശദീകരിക്കാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ ക്ഷുഭിതനായി. നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി, ആരാ തന്നെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ കമാന്ന് മിണ്ടരുത്. കോൺഗ്രസ് നാണക്കേടിന്റെ കയത്തിൽ. കണ്ണൂരിൽ കൂടോത്രമുണ്ടോ എന്ന് K. സുധാകരനോട് ചോദിക്കണമെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസ് നേതാക്കളെ പരിഹസിച്ചു. ശുദ്ധ അന്ധവിശ്വാസമാണ്. സുഹരം പറഞ്ഞത് കയ്യിൽ കൈയുണ്ട്, കൈ വിളിപ്പോൾ എനിക്ക് കൈക്ക് സുള്ളുണ്ടാക്കി, അതിന് തലയുണ്ടാക്കി, തല വരുമ്പോഴേക്ക് തലക്ക് മരവിപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്യാനാണെന്ന്. കോൺഗ്രസിലെ സ്ഥാനമോഹികൾ, വെട്ടിനിരത്തൽ നേരിട്ടവർ എന്നു തുടങ്ങി പല പദവികളും കൈയാളുന്നവർ വരെ കൂടോത്രത്തിൽ പൊല്ലാപ്പിലായി. 1.5 വർഷം മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നിലും രാഷ്ട്രീയ തന്ത്രം സംശയിക്കുന്നു ചില നേതാക്കൾ. തകിടിൽ പ്രതീക്ഷയർപ്പിച്ച സ്ഥാനമോഹികൾ അല്ലെങ്കിൽ മോഹഭംഗത്തിന്റെ മുറിവേറ്റവർ, ഈ നേതാക്കൾ ആരെല്ലാം? അവരുടെ ലക്ഷ്യമെന്തായിരുന്നു? ചോദ്യങ്ങൾ അനവധി ബാക്കി. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. നമ്മുടെ മാളവർക്ക് ഇടയിൽ ശാസ്ത്രബോധം വളർത്താൻ ബാധ്യതയുള്ളവരാണ് പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത്. അവരാണ് ഈ കൂടോത്രത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നത്. ഈ നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കാത്തത് എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇനി നമുക്ക് ഡൽഹിയിലേക്ക്. ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട തെലങ്കാന എക്സ്പ്രസ് ഒരു മുന്നറിയിപ്പുമില്ലാതെ വഴിതിരിച്ചു വിട്ടു എന്ന വാർത്ത. വൈകുന്നേരം 5 മണിക്ക് ഹൈദരാബാദിൽ എത്തേണ്ടിയിരുന്ന ട്രെയിൻ വഴിമാറിയതോടെ
നിരവധി മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് യാത്രക്കാർ ദുരിതത്തിലായി എന്നാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുന്നു. ബൽറാം, എന്താണ് ഈ ട്രെയിൻ അറിയിപ്പില്ലാതെ വഴിതിരിച്ചു വിട്ടത്? SKN എന്തുകൊണ്ടാണ് ട്രെയിൻ വഴി തിരിച്ചുവിട്ടത് എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിശദീകരണം റെയിൽവേ നൽകുന്നില്ല. ഈ വഴിയിലുള്ള ട്രാക്കുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു എന്ന വിശദീകരണം മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ ഏത് ഘട്ടത്തിലാണ് എന്ന മറ്റ് വിശദാംശങ്ങളോ പങ്കുവയ്ക്കാൻ തയ്യാറല്ല. ഇന്നലെ വൈകിട്ട് 3:30 ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട് ഇന്ന് 5 മണിയോടെ ഹൈദരാബാദിൽ എത്തേണ്ട തെലങ്കാന എക്സ്പ്രസ് ആണ് വഴിതിരിച്ചു വിട്ടത്. അതിൽ മലയാളികളടക്കമുള്ള നിരവധി യാത്രക്കാർ ഇതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ്. നാഗ്പൂരിൽ വെച്ച് മുൻപ് നിശ്ചയിക്കാത്ത വഴിയിലൂടെ ഈ ട്രെയിൻ സഞ്ചരിക്കുകയായിരുന്നു. തുടർന്ന് ഈ നാഗ്പൂരിനും ഹൈദരാബാദിനും ഇടയിൽ ഇറങ്ങേണ്ട ആളുകൾ അവർ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഈ വഴി തിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട യാത്രക്കാർക്ക് യാതൊരു അറിയിപ്പും അധികൃതർ നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയം എന്നുള്ളത്. ഈ ട്രെയിനിൽ നിരവധി മലയാളികൾ ഉൾപ്പെടെ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. എപ്പോൾ ട്രെയിൻ എത്തും എന്നതുമായി ബന്ധപ്പെട്ട യാതൊരു കൃത്യമായ അറിയിപ്പും അവർക്ക് ലഭിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഈ ട്രെയിനിലെ വെള്ളവും ഭക്ഷണവും അടക്കമുള്ളവ തീർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നാളെ ഈ ഹൈദരാബാദിൽ ചേരുന്ന എയ്മയുടെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ 17ാമത് ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഈ ട്രെയിനിൽ യാത്ര തിരിച്ച ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 14 പ്രതിനിധികൾ അടക്കമുള്ള യാത്രക്കാരാണ് ഇതോടെ ദുരിതത്തിലായിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. എന്തായാലും ഓർക്കാപ്പുറത്ത് ഇങ്ങനെ റെയിൽവേ ഒരു ചതി ചെയ്യുമെന്ന് ഇതിൽ സഞ്ചരിച്ച ഒരു യാത്രക്കാരനും പ്രതീക്ഷിച്ച് കാണില്ല. കാൽനട യാത്രക്കാരെ ഒട്ടും പരിഗണിക്കാത്തൊരു പാതയുണ്ട് വയനാട്ടിൽ. അതിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ ഒരു അന്തർ സംസ്ഥാന പാതയാണ് ഞാൻ ഈ പറയുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂരിലേക്കുള്ള പാതയിൽ പുത്തൻകുന്ന് മുതൽ പഴൂർ വരെയുള്ള ദൂരത്തിലാണ് ഇവിടെ ഈ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്നാണ് ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബത്തേരിയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള അന്തർ സംസ്ഥാന പാതയാണിത്. റോഡിലേക്ക് വളർന്നു നിൽക്കുന്നുണ്ട് പൊന്തക്കാടുകൾ. അതിനാൽ തന്നെ നടക്കാൻ വഴിയില്ല. അതുകൊണ്ട് അപകടങ്ങൾ തുടർക്കഥയാണ് ഇവിടെ. മാസങ്ങളുടെ ഇടവേളയിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ. ചോരവാർന്ന് ഒരാളുടെ മരണം. ഈ വിധം 2 കിലോമീറ്റർ ദൂരപരിധിയിൽ അപകടങ്ങളുടെ തുടർക്കഥ. ഇത് ബത്തേരി ഊട്ടി അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായ നമ്പിക്കൊല്ലി പ്രദേശം. അപകടങ്ങളുടെ കാരണം വ്യക്തമാണ്. കൊടും വളവ് കഴിഞ്ഞ് ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ കാൽനടയാത്രക്കാരെ പരിഗണിക്കില്ല. ഇടിച്ചു തെറിപ്പിച്ച് കടന്നുപോകുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ പോലീസിനും ക്ലേശം. റോഡിലേക്ക് നീണ്ട പൊന്തക്കാട് കാരണം ആളുകൾക്കിവിടെ കാൽനടയാത്ര പോലും അത്രമേൽ പ്രയാസകരം. വണ്ടി ഓടി വൈകുന്നേരം വരെ 5 6 മണി വരെ വണ്ടി ഓടി കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് സൈഡിൽ കൂടെ നടന്നു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വണ്ടി വന്ന് തട്ടിയതും ഞങ്ങളെ വണ്ടീനെ ചേസ് പിടിക്കുകയും എല്ലാം ചെയ്ത് ഞങ്ങളെ കൂട്ടുകാരൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഞങ്ങൾ അന്ന് സർക്കാരിൽ ഒരു പരാതി കൊടുത്തു. പരാതി ഒന്നും പരിഹരിച്ചില്ല. പിന്നെ ലൈറ്റ്, അതിൻ്റെ പേരിൽ ഒരു ലൈറ്റ് ഇവിടെ ഫിറ്റ് ചെയ്തു. അത്രയല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. ഇവിടെ വിദ്യാലയങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. അതിനാൽ തന്നെ വിദ്യാർത്ഥികളും നാട്ടുകാരും കാൽനടയാത്രയ്ക്ക് ആശ്രയിക്കുന്നത് ഈ പാതയെയാണ്. വയലിലൂടെയാണ് പാത കടന്നുപോകുന്നത്. അപകടത്തിൽ നിന്ന് ആളുകൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അനുഭവവും ഉണ്ട്. കൺമുന്നിലാണ് അപകടം. കൺമുന്നിൽ എത്രയോ അപകടങ്ങൾ മുന്നിൽ സംഘടിപ്പിക്കും. ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങൾ ഈ പോലീസുകാരെല്ലാം കൂടി ഈ കഴിഞ്ഞ ദിവസം കൂടെ അവിടെ വന്ന് ഇവിടെ വന്ന് വീടുകളിലെല്ലാം വന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ഇപ്പം ഞങ്ങൾ ഇതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥയിലാണ്. ഇവിടെ സംഭവിക്കുന്ന അപകടങ്ങൾക്ക് പോകണം ഞങ്ങളാണ് ഇപ്പോൾ ഉത്തരവാദിത്തം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്കിത് അറിയുന്ന പോലുമില്ല. കാരണം ഇത് ഈ വരുന്ന ഇത് ഗവൺമെൻറ്റിൻ്റെ നിരുത്തരവാദിപരമായ പെരുമാറ്റം മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇവർക്ക് എനിക്കറിയത്തില്ല. ഇവർക്ക് ജനങ്ങളുടെ ജീവനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിലയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പലതും ചെയ്യുന്ന കാണുമ്പോൾ. അതുകൊണ്ട് വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നത്, അല്ലാണ്ട് ആരോടും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനോടുള്ള ദേഷ്യം ഒന്നും അല്ല ഞങ്ങളിവിടെ പ്രകടിപ്പിക്കുന്നത്. രാത്രികളിൽ വെളിച്ചമില്ല, പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകളില്ല. പൊതുമരാമത്ത് വകുപ്പോ തദ്ദേശ സ്ഥാപനങ്ങളോ ഈ പൊന്തക്കാട് വെട്ടി കാൽനടയാത്രയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന ഇന്നാട്ടുകാരുടെ ആവശ്യത്തെ പരിഗണിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഈ റോഡിൽ ഇനിയും എത്ര ചോര ചിന്തേണ്ടി വരും ഈ ദുരിതയാത്രയ്ക്ക് അറുതിയാകാനെന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന ചോദ്യം. ഇവിടെ നിരീക്ഷണ ക്യാമറകളില്ല. അതിനാൽ തന്നെ അപകടം വരുത്തിവെക്കുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ പോലീസിന് വഴിയില്ല. ഈ പൊന്തക്കാടുകൾ വെട്ടണം, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണം, കാൽനടയാത്രക്കാർക്കും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയണം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ.
പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇതേ സ്ഥലത്ത് കഴിഞ്ഞ ശനിയാഴ്ച ഒരു അപകടമുണ്ടായി. ഈ അപകടത്തിൽ കൊട്ടക്കൊല്ലി ആദിവാസി കോളനിയിലെ ചടയൻ എന്നയാൾക്ക് പരിക്കേറ്റുന്നു. ഇന്ന് അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു എന്ന വാർത്തയുണ്ട്. ഇതോടെ മാസങ്ങൾക്കിടെ ഈ സ്ഥലത്ത് അപകടം മൂലം മരിക്കുന്നത് രണ്ടാമത്തെ ആളാണ്. കാൽനട യാത്രക്കാർ നിരന്തരം അപകടത്തിൽപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് കാടെങ്കിലും ഒന്ന് വെട്ടിമാറ്റാൻ അധികൃതർ ശ്രദ്ധിക്കണം എന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ചു, അവർ ശക്തമായി തന്നെ പ്രതികരിക്കുകയാണ്. ഈ അധികാരികളൊന്നും തന്നെ പല പരാതികളും പോലീസ് ഉൾപ്പെടെ വിവരാവകാശം വഴി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. PWDക്ക് പരാതി അയച്ചെങ്കിലും ഇതുവരെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയില്ല. പക്ഷേ പിള്ളേർ പോകുമ്പോഴും ഈ അടുത്ത് അന്ന് ബസ് വന്നിട്ട് ആ പിള്ളേർക്ക് തട്ടി, അവിടുന്ന് ബസ് പാസ് ചെയ്തപ്പോൾ പിള്ളേർക്ക് തട്ടി. ഇപ്പം മിനിഞ്ഞാന്ന് കഴിഞ്ഞ ശനിയാഴ്ച ചങ്ങായി അവിടെ ഇതായി കിടന്നു. അന്ന് നമ്മൾ കാണുന്നില്ലല്ലോ ആ പോലീസ് വന്ന, ഇതാരും പറയുന്നു കാണുന്നില്ലല്ലോ. ഭയങ്കര ഒരു അന്തരീക്ഷമായ അവസ്ഥ. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് പാസ് ചെയ്യാൻ ഞാൻ ഒരു കൊച്ചിവിടെ സാധനത്തിന് വന്നാൽ ഞാൻ അപ്പുറത്ത് കിടത്തി വിടലാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രദേശവാസികളെ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞങ്ങളുടെ നടപ്പാത. ഈ ഹൈവേ സൈഡാണ്. ഇതിൽ പല അപകടങ്ങളും ഉണ്ടാവുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് തന്നെ ഇതാ കൊച്ചിൻ്റെ ചേട്ടൻ വണ്ടി ഇടിച്ച് അവിടെ തട്ടിയിട്ടത് ആരും കാണാതെ പോയതും കാട്ടിലേക്ക് പോയതുകൊണ്ടാണ്. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് നടന്നു പോകണ്ടേ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നടന്നു പോകാനൊക്കെ. പലപ്പോഴും പിള്ളേരെ നമുക്ക് കാണാവുന്ന റോഡിലൂടെ നടക്കുമ്പോൾ ആൾക്കാർ തന്നെ കാണുന്ന അത് ബസ് വരുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യുന്നു, ചാടി സൈഡിലേക്ക് നിൽക്കുന്നു. അപ്പോൾ അതൊരു വല്ലാത്ത സിറ്റുവേഷൻസാണ്. ശരിക്കും ഞാൻ പറയാൻ ചെറിയൊരു കാര്യം. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം, ഒന്നുകിൽ അവരൊരു നടപ്പാത, ഞങ്ങൾക്ക് ഒരു കൃത്യമായിട്ടൊരു നടപ്പാത ഇവിടുന്ന് അവിടം വരെ ഈ പറഞ്ഞ സ്ഥലം തൊട്ട് പുത്തങ്കുന്ന് തൊട്ട് അവിടെ പടൂർ വരെയുള്ള സ്ഥലങ്ങളിൽ നടപ്പാത ചെയ്ത് തരുവാണെങ്കിൽ വളരെ ആശ്വാസമാണ്. ഇനി കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകം നമ്മൾ പോവുകയാണ്. കേസ് ഡയറി. വിദഗ്ധരായ കുറ്റാന്വേഷണ പരിചയമുള്ള പോലീസ് ഓഫീസേഴ്സിന് പോലും വലിയ വെല്ലുവിളിയാകുന്നു മാന്നാറിലെ കലയുടെ കൊലപാതകം. 15 കൊല്ലം മുമ്പാണ് ഈ കൊലപാതകം അരങ്ങേറിയത്. ഭർത്താവാണ് മുഖ്യപ്രതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ പലതും ഈ 15 കൊല്ലത്തിനിടെ നഷ്ടമായി എന്നുള്ള പ്രധാനപ്പെട്ട വിവരമുണ്ട്. 2 ദിവസമായി നടക്കുന്ന ചോദ്യം ചെയ്യൽ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിൻ്റെ ഒരു രീതി മാറ്റാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനം. ഈ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം വന്നതിന് ശേഷം ഈ പ്രതികളെ ചെറിയ ടീമുകളായി തിരിച്ച് 3 പ്രതികളെയും 3 സ്റ്റേഷനുകളിൽ ഇരുത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത്. എന്തായാലും കല്ലും നെല്ലിയും തിരിയുക തന്നെ ചെയ്യും. കാരണം ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും ഒരു തെളിവ് പ്രതികൾ അവശേഷിപ്പിച്ചു പോയി കാണും എന്ന പ്രതീക്ഷയിലാണ് ഈ സംഭവം കണ്ടറിഞ്ഞ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. മുഖ്യപ്രതി അനിൽകുമാറിനെ ചോദ്യം ചെയ്യാനാകാത്തതാണ് അന്വേഷണ സംഘം നിലവിൽ നേരിടുന്ന പ്രതിസന്ധി. വിദേശത്തുള്ള അനിൽകുമാറിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇതിനായി ഇന്റർപോളിന്റെ ഉൾപ്പെടെ സഹായം ഇതിനോടകം തേടിയിട്ടുണ്ട്. പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒന്നാം പ്രതി അനിൽകുമാറിനുണ്ടായിരുന്ന ബന്ധങ്ങളെ പറ്റിയാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇതിനായി സുഹൃത്തുക്കളുടെ പട്ടിക തയ്യാറാക്കി. മുൻപ് സ്പിരിറ്റ് കടത്തൽ ലോറിയിലെ ഡ്രൈവറായിരുന്നു അനിൽകുമാർ. അനിൽകുമാറിൻ്റെ അബ്കാരി ബന്ധങ്ങളിൽ നിന്നാണ് നെടുങ്കണ്ടത്ത് നിന്ന് ഒരാളെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. പ്രതികളുടെ കസ്റ്റഡി കാലാവധി 2 ദിവസം എത്തി നിൽക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭ്യമായതായാണ് സൂചന. എന്നാൽ സെപ്റ്റി ടാങ്കിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് കാര്യമായ തെളിവുകൾ ലഭിച്ചില്ലെന്നാണ് വിവരം. തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ അയച്ച സാമ്പിളുകളുടെ ഫലം വേഗത്തിൽ ലഭ്യമാക്കാനുള്ള ഇടപെടലുകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ നടക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 പ്രതികളുടെയും വീട്ടിൽ അന്വേഷണ സംഘം അപ്പോൾ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. കാലപ്പഴക്കമേറിയ കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെ നിർണായകമാണ്. മുഖ്യപ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ അന്വേഷണം പൂർണ്ണ പുരോഗതിയിലേക്ക് എത്തുകയുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ കേസായതുകൊണ്ട് തന്നെ പ്രതികളിൽ നിന്ന് പഴുതുകളില്ലാതെ വിവരശേഖരണം നടത്തിയ ശേഷം മാത്രമേ തെളിവെടുപ്പിലേക്ക് പോലീസ് കടക്കൂ. അനിൽകുമാറിൻ്റെ ബന്ധുക്കളെയും നാട്ടുകാരെയും അടക്കം കൂടുതൽ പേരെ വരും ദിവസങ്ങളിലും പോലീസ് ചോദ്യം ചെയ്യും. കസ്റ്റഡിയിലുള്ള 3 പ്രതികളെയും ക്രൈംബ്രാഞ്ച് സംഘത്തിന് ചോദ്യം ചെയ്യാനായി എന്നതാണ് അന്വേഷണത്തിലെ ഇന്നത്തെ പുരോഗതി. കൊലപാതകത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ അനിൽകുമാർ എത്തിയാൽ മാത്രമേ കേസിൻ്റെ നിർണായക വിവരങ്ങൾ പുറത്തുവരൂ. ഇയാൾ നാട്ടിലെത്തിയാൽ കൃത്യമായുള്ള തെളിവ് ശേഖരണത്തിനായുള്ള കളമൊരുക്കുകയാണ് പോലീസ്. AV ജയശങ്കറിനും ക്യാമറമാൻ ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ.
പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനെക്കുറിച്ചുള്ള ചില പ്രതികരണങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ മറ്റൊരു അവസരത്തിലേക്കത് മാറ്റിവെക്കുകയാണ്. അതിന് ഒരു ട്രാം ട്രാവലർ എന്നൊരു ഐഡിയ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ സംഭവം കേരളവുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും നല്ല പച്ചപ്പൊക്കെയുള്ള എന്തെങ്കിലും സാധനമായിരുന്നു കൊള്ളാമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നമ്മുടെ സാങ്കേതിക വിഭാഗത്തിന് നമ്മൾ ആ കാര്യം കൈമാറിയിട്ടുണ്ട്. നമുക്കത് മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. ഈ സംസ്ഥാനത്ത് പകർച്ചവ്യാധികളുടെ ഭീഷണി കൂടുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ പല ആശുപത്രികളിലും രോഗികളുടെ തിരക്കാണ്. ഒരു ദിവസം എത്രായിരം രോഗികളാണ് പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നതിന് ഔദ്യോഗികമായ കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ ആശങ്ക കൂട്ടുന്നൊരു കാര്യം ഇന്നുണ്ടായി. ആലപ്പുഴയിൽ വെസ്റ്റ് നൈൽ പനി ഉണ്ടായി എന്ന വാർത്ത വരുന്നു. ഹരിപ്പാട് തൃക്കുന്നപ്പുഴയിലാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്നും തത്സമയം ചേരുന്നു. തൃക്കുന്നപ്പുഴയിൽ ഏത് സാഹചര്യത്തിലാണ് ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്? വെസ്റ്റ് നൈൽ പനിയാണെന്ന് വിദഗ്ധരായ ഡോക്ടറെ സ്ഥിരീകരിച്ചോ? SK നിലവിൽ ജില്ലാ ഭരണകൂടമാണ് ഇത് സംബന്ധിച്ച് ഉള്ള വിവരം പുറത്തുവിട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇത്തരത്തിലുള്ള ഒരു അഭ്യൂഹം ഇങ്ങനെ പരന്നിരുന്നു. ഇങ്ങനെ ജില്ലയിൽ ഒരിടത്ത് ഈ രീതിയിൽ വെസ്റ്റ് നൈൽ പനി ഉണ്ട് എന്ന രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടം ഇന്ന് വൈകിട്ട് 6:45 ഈ വാർത്ത സ്ഥിരീകരിക്കുന്നത്. ഈ സ്ഥലം തൃക്കുന്നപ്പുഴയിലാണ്. ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലെ തൃക്കുന്നപ്പുഴ തീരപ്രദേശമാണ്. ഇവിടെ നിന്നാണ് നിലവിൽ ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. ഈ പനിയെ പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനം കൊതുക് നിവാരണമാണെന്നാണ് കൊതുക് നിവാരണവും ഉറവിട നശീകരണവും ആണെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. നേരത്തെ 2-3 മാസങ്ങൾക്ക് മുൻപ് ഇത് കോഴിക്കോട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിൽ ഇത് ആദ്യമായിട്ടല്ല, കഴിഞ്ഞ വർഷവും വെസ്റ്റ് നൈൽ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. പനിയോ മറ്റു രോഗങ്ങളോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ തേടണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വയം ചികിത്സ ഈ ഒരു രോഗാവസ്ഥ ഉണ്ടായാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് കൊതുക് പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ്. ക്യൂലെക്സ് എന്ന കൊതുകാണ് ഈ പകർച്ചവ്യാധി പരത്തുന്നത്. ജപ്പാൻ ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളാണ് ഇതിന് വരിക. ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ തലവേദന, പനി, പേശിവേദന, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പരിസര പ്രദേശങ്ങളിലും ജില്ലയിലും ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളോ എത്രയും വേഗം ആരോഗ്യ വിദഗ്ധനെ അല്ലെങ്കിൽ ഡോക്ടറെ കാണണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. രോഗപ്രതിരോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് കൂടി ജില്ലാ ഭരണകൂടം ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിപാലാണ് നമുക്കൊപ്പം ചേർന്നത്. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ നിന്നാണ് ഈ വിവരം മനീഷ് മഹിപാൽ നമുക്കൊപ്പം പങ്കുവച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെസ്റ്റ് നൈൽ പനി തൃക്കുന്നപ്പുഴയിലേക്ക് വന്നു എന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു എന്നാണ് നമ്മളെ ആശങ്കപ്പെടുന്ന റിപ്പോർട്ട്. ഇനി നമുക്ക് കേരളത്തിൽ പലതരം തട്ടിപ്പ് ഇറങ്ങേറുന്നുണ്ട്, നിങ്ങൾക്കറിയാം. അത് തട്ടിപ്പുകൾ പരിശോധിക്കുന്ന പരിപാടി ശുദ്ധ തട്ടിപ്പ്. സൈബർ തട്ടിപ്പിൻ്റെ ഒരുപാട് രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സാങ്കേതികവിദ്യ വളരുന്നതിനൊപ്പം തട്ടിപ്പിൻ്റെ സ്വഭാവം മാറുന്നുണ്ട്. സൈബർ കള്ളന്മാർ പുതിയ രീതികൾ അവലംബിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എറണാകുളം റൂറലിൽ മാത്രം ഏതാണ്ട് 3 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് സമീപകാലത്ത് നടന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? അന്വേഷണ ഉദ്യോഗസ്ഥൻ ചമഞ്ഞും ദേശീയ ഏജൻസികളുടെ പേര് പറഞ്ഞും ഒക്കെ തട്ടിപ്പ് അരങ്ങേറുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞ് അക്കൗണ്ടിലെ പണം പൂർണ്ണമായി തട്ടിയെടുക്കുന്നതാണ് ഒരു രീതി. സജീവമാകുന്ന സൈബർ തട്ടിപ്പുകളുടെ കാണാപ്പുറങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പെട്ടെന്നൊന്ന് കൊണ്ടുപോകാം. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഒറ്റ ക്ലിക്കിലൂടെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്ന പുതിയ സൈബർ തട്ടിപ്പുകളുടെ കാലമാണിത്. കൊച്ചിയിൽ സമീപകാലത്ത് ഇങ്ങനെ നഷ്ടപ്പെട്ടത് 3 കോടിയിലധികം രൂപയാണ്. പുതിയ തട്ടിപ്പ് വാട്സപ്പ് വഴി വളരെ സിമ്പിളായാണ്. കഴിഞ്ഞ മാസം 18-നാണ് ആലുവയിലെ ഒരു മുതിർന്ന പൗരന്റെ വാട്സപ്പിലേക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നത്. ദേശീയ ഏജൻസിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് സ്വയം പരിചയപ്പെടുത്തും. അങ്ങനെയാണ് തട്ടിപ്പിന്റെ തുടക്കം. നിങ്ങളുടെ അഡ്രസ്സിൽ വന്ന മാരക ലഹരികൾ പിടികൂടിയെന്നായിരുന്നു സന്ദേശം. കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും ഭീഷണിപ്പെടുത്തി. വിശ്വാസത്തിനായി വ്യാജ FIRഉം അറസ്റ്റ് വാറണ്ടും വാട്സപ്പിൽ തന്നെ അയച്ചു നൽകി. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് തട്ടിപ്പുകാർ സംസാരിക്കുന്നത്. ഏറെ നേരത്തെ സംസാരത്തിനു ശേഷം വെർച്വൽ അറസ്റ്റിലായി എന്ന ഇരയെ ബോധ്യപ്പെടുത്തും. പിന്നീടത്തെ ആവശ്യം അന്വേഷണത്തിൻ്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ടിലുള്ള പണം മുഴുവൻ അവർ ആവശ്യപ്പെടുന്ന അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നതാണ്.
RBIയുടെ അക്കൗണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ നീക്കം നടത്തുന്നത്. പണം അക്കൗണ്ടിലെത്തും വരെ ഫോൺ കോളിലൂടെ ഭീഷണി തുടരും. മറ്റാരുമായി ഈ സമയം സംസാരിക്കാനും അനുവദിക്കില്ല. അങ്ങനെ പണം അക്കൗണ്ടിലേക്ക് എത്തുന്നതിന് പിന്നാലെ തന്നെ അത് പിൻവലിക്കപ്പെടും. പിന്നീട് അത് തിരിച്ചെടുക്കുക അസാധ്യമാണ്. ഈ രീതിയിലെ കൊറിയ വിക്ടിംസ് ഏകദേശം കോടികൾ രൂപ ഇത് ഓൾറെഡി വളരെ ഹാർഡ് ആൻഡ് ആയിട്ടുള്ള മണി ഓൾറെഡി ലൂസ് ചെയ്തു. സോ ഇത് നമുക്ക് വളരെ ജാഗ്രത കാണിക്കണം എല്ലാവരും. ഇതുപോലെ സിറ്റുവേഷൻ വന്നാൽ ഉടൻ തന്നെ 1930 നമ്പർ ഉണ്ട്, ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. അവിടെ കോൾ ചെയ്തിട്ട് ഉടൻ തന്നെ ഈ ബന്ധപ്പെട്ട ഒരു വിക്ടിംമാരെ അവരുടെ ബാങ്ക് അക്കൗണ്ട്സ് പിന്നെ ഏത് ബാങ്ക് അക്കൗണ്ടിൽ മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബാങ്ക് അക്കൗണ്ട് ഉടൻ തന്നെ ഫ്രീസ് ആവും. കൂടാതെ cybercrime.gov.in ഒരു ഇന്റർനെറ്റ് പോർട്ടൽ ഉണ്ട് സൈബർ ക്രൈമിന്റെ. ആ പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് വിശദമായ പരാതിയല്ല അവിടെ കൊടുക്കുമ്പോൾ ഉടൻ തന്നെ നടപടി ബന്ധപ്പെട്ട സൈബർ വിംഗ് സ്വീകരിക്കും. ആലുവയിലെ മധ്യവയസ്കന് നഷ്ടപ്പെട്ടത് 1-2 ലക്ഷം രൂപയൊന്നുമല്ല, 1,15 ലക്ഷം രൂപയാണ്. സമാനമായ തട്ടിപ്പിനിരയായവർ വേറെയും. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ നാളെ. കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് യഹയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24. ഒരു യൂട്യൂബ് സന്ദേശത്തിലേക്ക് 8 മാസമായി മുടങ്ങിക്കിടക്കുന്ന പത്തനാപുരം കറവൂർ അലിമുക്ക് ജർമ്മൻ ടെക്നോളജി റോഡിൻ്റെ കാര്യം ഈ പരിപാടിയിലൊന്ന് പറയണം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും പറഞ്ഞിരിക്കുന്നു. വിനീത് നാരായണൻകുട്ടി ചോദിക്കുന്നു, ഇന്ന് ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ ജഗദീഷ് സാറല്ലേ പങ്കെടുക്കുന്നത്? രാത്രി 9 മണിക്ക് ഒരു വാക്പോരൊക്കെ പരസ്യത്തിൽ കണ്ടു. ഞാൻ ജഗദീഷ് സാറുമായിട്ടൊന്ന് ഏറ്റുമുട്ടി. രാത്രി 9 മണിക്ക് നിങ്ങൾ കണ്ടോളൂ. അപ്പം നമ്മൾ മുട കണ്ടാൽ ഇടപെടും എന്ന് പറഞ്ഞ് വന്ന മത്സരാർത്ഥിയായിരുന്നു ജഗദീഷ് സാറ്. അപ്പോൾ നമ്മളൊന്ന് ഇടപെട്ടതാണ്. തൃശ്ശൂരിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തൃശ്ശൂരിലെ നഗരഹൃദയത്തിലെ വിസ്മയമാണ് അവിടുത്തെ ആകാശപാത. നമുക്കറിയാം, മനോഹര കാഴ്ച സമ്മാനിച്ചിരുന്ന ആകാശപാതയ്ക്ക് മുകളിൽ ഇന്ന് കയറിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ മാലിന്യ കൂമ്പാരം. നഗരവികസനത്തിന് നിർണായക ചുവടുവയ്പ്പാകുമെന്ന് അവകാശപ്പെട്ട ശക്തൻ തമ്പുരാൻ ആകാശപാതയ്ക്ക് കീഴിലാണ് ഈ മാലിന്യ കൂമ്പാരം. ഇങ്ങനെ കൂമ്പാരം കൂടി ആളുകളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. തൃശൂർ നഗരത്തിന് അഭിമാനമായി അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചതാണ് ഇക്കാണുന്ന ആകാശപാത. കൗതുകത്തോടെ ആകാശപാതയിലൊന്ന് കയറിയാൽ ആരും മൂക്കത്തു വിരൽ വെച്ചു പോകും. പാതയ്ക്ക് കീഴെ കാത്തിരിക്കുന്ന കാഴ്ചകൾ അത്തരത്തിലാണ്. ആകാശപാതയ്ക്ക് സമീപമുള്ള മൈതാനത്തിന്റെ ഒരു ഭാഗം വാഹന പാർക്കിങ്ങിന് ഉപയോഗിക്കുമ്പോൾ മറുഭാഗമാകട്ടെ മാലിന്യം തള്ളാനുള്ള ഇടമായി മാറി. നേരെ എതിർവശത്ത് ജൈവമാലിന്യ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇക്കാണുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ല. വാണിജ്യ പ്രദർശനങ്ങൾ, സർക്കസ് തുടങ്ങിയ പരിപാടികൾ നടക്കുമ്പോഴല്ലാതെ ഇവിടം വൃത്തിയാക്കാൻ കോർപ്പറേഷൻ അധികൃതർ മുൻകൈയെടുക്കുന്നില്ലെന്ന് ശക്തൻ മാർക്കറ്റിലെ വ്യാപാരികൾ പറയുന്നു. പൂരക്കാലത്ത് നടന്ന പ്രദർശന സമയത്താണ് മൈതാനം അവസാനമായി വൃത്തിയാക്കിയത്. കോർപ്പറേഷൻ വാഹനങ്ങൾ തന്നെ ഇവിടെ മാലിന്യം കൊണ്ടുവന്നിടുന്നുണ്ടെന്നും സമീപത്തെ കച്ചവടക്കാർ പറയുന്നു. മാലിന്യ കൂമ്പാരത്തിൽ തുണിക്കെട്ടുകൾ, തെർമോക്കോള്, പൊട്ടിയ ചില്ലുപാത്രങ്ങൾ വരെയുണ്ട്. ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യത്തിലാണ് നഗരഹൃദയത്തിലെ ഈ കാഴ്ച. മഴ കൂടി കനത്തതോടെ തൃശൂർ ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധിയുടെ ഭീതിയിലാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഭീതി അകറ്റേണ്ടത് അനിവാര്യവുമാണ്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. മറ്റൊരു അപകടത്തിൻ്റെ വാർത്തയിലേക്ക്. എറണാകുളത്തു നിന്നാണ് മറ്റൊരു അപകടത്തിൻ്റെ വാർത്തയാണ്. എറണാകുളത്തു നിന്നാണ് ഈ അപകടത്തിൻ്റെ വാർത്ത വരുന്നത്. കണ്ണാടിക്കാട് ബസ് സ്റ്റോപ്പിൽ ആളെ കയറ്റാൻ നിർത്തിയ ബസ്സിന് പുറകിലേക്ക് ഒരു കാറ് ഇടിച്ചു കയറി. കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. കാറിൻ്റെ മുൻഭാഗം തകർന്നുപോയി എന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും ചേർന്നു ഈ വാർത്തയുടെ ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി. പറയൂ ശ്യാംകുമാർ. അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മരട് കണ്ണാടിക്കാടിന് അടുത്താണ്, ബസ് സ്റ്റോപ്പിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആളെ കയറ്റാനായി നിർത്തിയ ബസിന്റെ പുറകിലേക്ക് കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു. ഈ അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ സമീപത്തുണ്ടായിരുന്നവർ തന്നെയാണ് കാറിന് പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതോടെ ദേശീയപാതയിൽ ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് കണ്ണാടിക്കാട് ഈ അപകടം ഉണ്ടായത്. ഓക്കെ, വളരെ സങ്കടകരമായി പോയി. താങ്ക് യു ശ്യാംകുമാർ. സുകുമാരൻ കുറുപ്പ് പറയുന്നു,
മറ്റേ യഥാർത്ഥ കുറിപ്പല്ല എന്നുള്ളത് പറയട്ടെ. ബഹുമാനപ്പെട്ട എസ് കെ, കൂടോത്രത്തിൻ്റെ വാർത്തയൊന്നും അതിലല്ലോ. നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടോത്രത്തിൻ്റെ കാര്യവും പറഞ്ഞു, അതിനെക്കുറിച്ചൊരു സ്റ്റോറിയും പറഞ്ഞു, കൂടോത്രം രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകരുതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. അതൊന്നും താങ്കൾ കേട്ടില്ല. ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളെന്ന് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല. ഒരു യൂട്യൂബ് സന്ദേശം മുന്നേക്കൻ നസീർ പറയുന്നു, ഈ രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന ഫ്ലവേഴ്സ് ഒരു കോടി വിത്ത് കോമഡിയിൽ കുട്ടേട്ടൻ്റെ ശബ്ദം മാറ്റിയത് ശരിയായില്ല. ആദ്യത്തെ നല്ല ശബ്ദമായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കതിലെന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. PB രവികുമാറും മറ്റ് ചില പ്രേക്ഷകരും ഇതേ കാര്യം അറിയിക്കുന്നു. ഇനി ഒരു ചെറിയ കാര്യം കൂടി, അതായത് ചില പ്രേക്ഷകർ പറയുന്നത് വിദേശ നാടുകളിലൊക്കെ റോഡ് പോലെ എന്താണ് നമ്മുടെ റോഡ് ആകാത്തത്. അവിടെ വിദേശ നാടുകളിലൊക്കെ റോഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം റോഡിൽ തന്നെ കാണും. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം പല വഴിക്ക് പോകും, പെരുവഴിയിലാകും എന്ന് പറഞ്ഞാൽ മതിയല്ലോ.